ഈ 140 ദിവസം നമ്മളൊക്കെ വിചാരിക്കും അവിടെ പ്യുവർ അക്കാഡമിക് ലൈഫ് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. അവിടെ നമ്മൾക്ക് ഒരുപാട് തരത്തിലുള്ള ഫെസ്റ്റ് ഉണ്ട്. നമുക്കറിയാം ശ്രേയ ഘോഷാൽ, പിന്നെ അതേപോലെ അർജിത് സിംഗ്, വേൾഡ് വൈഡ് ടോപ്പ് സെലിബ്രിറ്റീസ് വന്ന് പെർഫോം ചെയ്യണ പ്രോ ഷോസ് ഒക്കെ ഉണ്ടാവുക. ഇതൊക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ NIT IIT ലൈഫിൽ ഉള്ള മിസ് ചെയ്യരുത്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വൺ ടൈം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. IIT NITസിൽ അക്കാഡമിക് ലൈഫ് മാത്രമല്ല ഉള്ളത്, അതിന് കൂടെ പലതരത്തിലുള്ള ഫെസ്റ്റുകളുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെസ്റ്റുകളെ പറ്റിയിട്ടാണ്. ഞാൻ മുഹമ്മദ് സിയാൻ, IIT ഡൽഹി സ്റ്റുഡൻ്റ് ആണ്. ഇത് ഇർഷാദ് സാർ, NIT കാലിക്കറ്റ് അലൂമിനിയാണ്. സോ ഇർഷാദ് സാർ, എന്തൊക്കെയാണ് ഫെസ്റ്റുകൾ ഉള്ളത് IIT? ആ ഫെസ്റ്റിനെ പറ്റി പറയുന്ന മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു വർഷത്തിൽ എത്ര ദിവസമുള്ള 365 ദിവസമാണ്. ആ 365 ദിവസത്തിൽ നമ്മൾക്ക് എല്ലാ വീക്കെൻഡും IIT NITസിൽ എന്താണ് ലീവാണ്, സാറ്റർഡേ ആൻഡ് സൺഡേ. അപ്പോൾ ആ 365 നിന്ന് എത്ര ദിവസം പോയി? 104 ദിവസം പോയി. അത് പോയാൽ പിന്നെ 261 ദിവസം ഉണ്ടാവും. അതിൽ നമ്മൾക്ക് ഒരു വർഷം 4 മാസം വെക്കേഷൻ വരും. നമുക്ക് ഡിസംബറിൽ ഒരു മാസം യൂഷ്വലി എല്ലാ IIT NITസിലും എന്താണ് സെം ബ്രേക്കാണ്. അതുപോലെ തന്നെ ഏപ്രിൽ മെയ് ജൂൺ എന്താണ് ഇയർ ബ്രേക്ക് അല്ലെങ്കിൽ സെം ബ്രേക്ക് എന്ന് പറയും. അപ്പോൾ ഒരു വർഷത്തിൽ 4 മാസം വെക്കേഷനും പിന്നെ എല്ലാ വീക്കെൻഡും ലീവും. അപ്പം അങ്ങനെ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ 120ഉം 104 234, അതായത് 365 ദിവസത്തിൽ നിന്ന് 234 ദിവസം ഹോളിഡേ തന്നെയായി പോകുന്നുണ്ട്. പിന്നെ അവിടെ എത്ര ദിവസമേ ബാക്കിയുള്ളൂ? അറൗണ്ട് ഒരു 130 അല്ലെങ്കിൽ 140 ദിവസമേ ബാക്കിയുള്ളൂ. ഈ 140 ദിവസം നമ്മളൊക്കെ വിചാരിക്കും അവിടെ പ്യുവർ അക്കാഡമിക് ലൈഫ് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. അവിടെ നമ്മൾക്ക് ഒരുപാട് തരത്തിലുള്ള ഫെസ്റ്റ് ഉണ്ട്. നമുക്ക് കൾച്ചറൽ ഫെസ്റ്റ് ഉണ്ട്, IITs NITs, അതുപോലെ തന്നെ ടെക്നിക്കൽ ഫെസ്റ്റ് ഉണ്ട്, മാനേജ്മെന്റ് ഫെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് ഫെസ്റ്റ് ഉണ്ട്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ സം IITs മാനേജ്മെന്റ്, പല ഫെസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കൾച്ചറൽ ഫെസ്റ്റുകളെ പറ്റി സംസാരിക്കാം. സോ IIT ഡൽഹിയെ കുറിച്ച് പറയാം. IIT ഡൽഹിയിലത്തെ കൾച്ചറൽ ഫെസ്റ്റ് ആണ് റോണ്ടോ. ഓക്കെ, നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് സ്റ്റുഡന്റ് ലെഡ് കൾച്ചറൽ ഫെസ്റ്റ് ആണ്. ആൻഡ് NIT കൾച്ചറൽ ഫെസ്റ്റ്, NIT കാലിക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ രാഗം, സൗത്ത് ഇന്ത്യസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റ് ആണ്. തത്വ, അത് നമ്മൾ ഓഡ് സെമിസ്റ്ററിലാണ് ഉണ്ടാവുക. പക്ഷേ ഈവൻ സെമിസ്റ്ററിൽ നമുക്ക് എന്തുണ്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൾച്ചറൽ ഫെസ്റ്റ് ആയ രാഗം ഉണ്ട്. നമ്മളൊരു രാജൻ മെമ്മറിയൽ ആ ഒരു രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇവന്റിന്റെയും കാര്യങ്ങളും ബാക്കി ഇതുപോലത്തെ ഫെസ്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ ബാക്കി ഉള്ള വീഡിയോസിൽ ഡീറ്റെയിൽ ആയി പറയാം. സോ IIT ഞാൻ പറഞ്ഞല്ലോ സ്റ്റുഡന്റ് ലെഡ് ഫെസ്റ്റ് ആണ്. ആരും IIT സപ്പോർട്ട് ഉണ്ടാവില്ല. ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഈവൻ ഇൻക്ലൂഡിങ് ഫണ്ട് റേസ് ചെയ്യണ മുതൽ എല്ലാം മാനേജ് ചെയ്യുന്നത്, ലോജിസ്റ്റിക്സും ഇവന്റ്സും ഇവന്റ് തയ്യാറാക്കുന്ന ഗസ്റ്റ് എന്ന് വിളിക്കുന്നവരെ മാനേജ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണ്. ഫുൾ കൺട്രോൾ ഓവർ ദി സ്റ്റുഡൻ്റ് ആണ്. അറ്റ് ദി എൻഡ് ഏകദേശം ഒരു 2 to ബഡ്ജറ്റിനെ പറ്റി നമ്മൾ ഈ ബഡ്ജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഫെസ്റ്റ് ഇപ്പോൾ NIT കാലിക്കറ്റിലാണ് ഞാൻ പറഞ്ഞു, തത്വ, രാഗം. IIT ഡൽഹി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ IIT ബോംബെ പോവുകയാണെങ്കിൽ അവിടെ ടെക്നിക്കൽ ഫെസ്റ്റ് ഉണ്ട്, ടെക് ഫെസ്റ്റ് IIT ബോംബെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൂഡ് ഇൻഡിഗോ ഉണ്ട്. നമ്മൾ IIT മദ്രാസിലോട്ട് പോകുകയാണെങ്കിൽ സാരംഗ് ഉണ്ട്. IIT പാലക്കാട് പോകുകയാണെങ്കിൽ പെട്രിച്ചോർ ഉണ്ട്. ഇതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുപാട് ഫെസ്റ്റ് ഉണ്ട്. ഈ ഫെസ്റ്റിനൊക്കെ ബഡ്ജറ്റ് വരുന്നത് ഒരു 2 കോടി 2.5 കോടി അല്ലെങ്കിൽ 1.5 കോടി, ഇതൊക്കെ CRലാണ് വരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും പൈസ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ ഫണ്ട് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി നോട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഫണ്ട് ചെയ്യണം. ഇതൊക്കെ സ്റ്റുഡൻറ് റൺ ഫെസ്റ്റ് ആണ്. സ്റ്റുഡൻസ് ആണ് ഈ ഫെസ്റ്റ് ഒക്കെ ഓർഗനൈസ് ചെയ്യണത്. ഈ പൈസയൊക്കെ നമുക്ക് സ്പോൺസർഷിപ്പ് വഴിയാണ് കിട്ടുന്നത്. കാരണം അത്രയും അലൂമിനി നെറ്റ്വർക്ക് നമ്മൾക്ക് ഉണ്ടാവും. ഇതുപോലത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് അലൂമിനി നെറ്റ്വർക്ക് വെച്ച് നമ്മൾ പല പ്രീമിയം MNCs എന്നൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടി ആയിരിക്കും നമ്മൾ ഈ ഒരു ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്യണം. ഈ ഒരു ഫെസ്റ്റിൽ നമുക്ക് പല രീതിയിലുള്ള കമ്മിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ആദ്യം ഇനീഷ്യലി പബ്ലിക് റിലേഷൻ കമ്മിറ്റി ഉണ്ടാവും, അതുപോലെ മാർക്കറ്റിംഗ് കമ്മിറ്റി ഉണ്ടാവും, പ്രോഗ്രാമിംഗ് കമ്മിറ്റി ഉണ്ടാവും, പിന്നെ പ്രോക്യൂർമെന്റ് കമ്മിറ്റി, ലോജിസ്റ്റിക് കമ്മിറ്റി, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ കമ്മിറ്റി, അങ്ങനെ പല കമ്മിറ്റീസ് ഉണ്ടാവും. ഇതൊക്കെ 1-2 ഫാക്കൽറ്റി കോർഡിനേറ്റേഴ്സിന്റെ കണ്ണുകളുണ്ടാവും. പക്ഷെ സ്റ്റിൽ സ്റ്റുഡൻ്റ് ആണ് ഇത് ഫുള്ളി ഓർഗനൈസ് ചെയ്യണം. IIT ആണെങ്കിലും NIT ആണെങ്കിലും അല്ല, IITയിലും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലെ. പിന്നെ നമ്മൾ NIT കാലിക്കറ്റ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം രാഗമാണ് അവിടുത്തെ ഫെസ്റ്റ്. അത് ഈവൻ സെമസ്റ്ററിലാണ് നടക്കുക. IIT ഡൽഹിയിൽ ഏത് മാസമാണ് ഈ ഫെസ്റ്റ്? ടെക് ഫെസ്റ്റ് ഈവൻ സെമസ്റ്ററിലും കൾച്ചറൽ ഫെസ്റ്റ് ഓഡ് സെമസ്റ്ററിലാണ്. ചില IITസിൽ ഒരേ സമയത്താണ് രണ്ടും നടക്കുക. ഇപ്പൊ IIT ബോംബെ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ മൂഡ് ഇൻഡിഗോ ടെക് ഫെസ്റ്റ് ഒക്കെ ചില 1-2 ആഴ്ചത്തെ ഗ്യാപ്പിലായിരിക്കും 2 ഫെസ്റ്റും നടക്കുക. ആൻഡ് ഈ പറയുന്ന ഫെസ്റ്റിന്റെ ഒക്കെ ഇല്ലേ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ മെയിൻ പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? പ്രോ ഷോ തന്നെയാണ്. പ്രോ ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ സ്കൂളിൽ ആനുവൽ ഡേ പോലത്തെ പരിപാടിയല്ല. നമ്മളൊരു രാത്രി 3 മണി 4 മണി വരെയൊക്കെ നീണ്ടു നിൽക്കണ ഇന്ത്യൻ ടോപ്പ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് ടോപ്പ് സെലിബ്രിറ്റീസ് വന്ന് പെർഫോം ചെയ്യണ പ്രോ ഷോസ് ഒക്കെ ഉണ്ടാവുക. നമുക്കറിയാം ശ്രേയ ഘോഷാൽ, പിന്നെ അതേപോലെ അർജിത് സിംഗ്, അങ്കിത് തിവാരി, ജുബിൻ നോട്ടിയാൽ, ഇതുപോലത്തെ ഉള്ള സിംഗേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ഡാൻസേഴ്സ് അറിയാം. ഇപ്പൊ നോറ ഫത്തേഹി,
അല്ലെങ്കിൽ ശക്തി മോഹൻ അതുപോലത്തെ ഡാൻസേഴ്സ് ഒക്കെ വന്ന് പെർഫോം ചെയ്യണ വലിയൊരു ഗ്രാൻഡ് ഇവന്റ് ആണ്. നമുക്കൊരു സംശയം ഉണ്ടാവും, ഇതൊക്കെ NIT സ്റ്റുഡൻസിന് മാത്രമാണോ അല്ലെങ്കിൽ IIT സ്റ്റുഡൻസിന് മാത്രമാണോ? ഓഫ് കോഴ്സ് നോട്ട്. ഈവൺ ഔട്ട്സൈഡേഴ്സിന് വരെ എന്തുണ്ട്, ടിക്കറ്റ് വെച്ച് നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, കോളേജിലോട്ട് എൻട്രി ഉണ്ട്, ടിക്കറ്റ്സ് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ആ ഒരു ഡിപ്പെൻഡ് ഓൺ ദി IITs. ഇപ്പം IIT ഡൽഹിയിലാണ് ഫ്രീ ടിക്കറ്റ്സ് ആണ് കൊടുക്കാറ്, ലിമിറ്റഡ് ആണ്, സ്റ്റിൽ ഫ്രീ ആണ് പുറത്തുള്ളവർക്ക് കൊടുക്കാറ്. ഏകദേശം 40,000 പീപ്പിൾസ് ഫുട്ബോൾ ഉള്ള ഇവന്റ് ആണ് ഈ പറയുന്ന. അപ്പൊ ആ ഇവന്റ് ഒക്കെ ആയിരിക്കും നിങ്ങൾ മാനേജ് ചെയ്യാം. അപ്പം അത് ആ മാനേജിങ് നിങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കും. എക്സ്പോഷർ ഇല്ലേ, നമ്മൾക്ക് IIT വെറും അക്കാഡമിക് സ്കിൽസ് മാത്രമല്ല, അതിന്റെ കൂടെ ഈ ഒരു മാനേജറിയൽ സ്കിൽസ് കൂടി കിട്ടും. അതൊക്കെ അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് ഇതുപോലത്തെ ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടണേ, ഇതുപോലത്തെ സ്കിൽസ് കിട്ടണേ. ഇനിയിപ്പോ ടെക്നിക്കൽ ഫെസ്റ്റ് ആണെങ്കിൽ പോലും ടെക്നിക്കൽ ഫെസ്റ്റിൽ നമുക്ക് പ്രോ ഷോസ് ഉണ്ടാകാറുണ്ട്. ബട്ട് സ്റ്റിൽ അതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് റോബോ വാർസ്, അല്ലാത്ത വർക്ക്ഷോപ്സ് ഉണ്ടാവും, കാർ ഷോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലെക്ചേഴ്സ് ഉണ്ടാവും. അതായത് നോബൽ ലൊറൈറ്റ് പോലത്തെ പ്രൊഫസേഴ്സ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാൽ IIT MIT അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് അവരുടെ ലെക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും അതും നല്ലൊരു എക്സ്പോഷർ തന്നെയാണ്. പിന്നെ ഈ പറയുന്ന വർക്ക്ഷോപ്സും നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ സൈബർ സെക്യൂരിറ്റി വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വർക്ക്ഷോപ്പ് ഇതുപോലത്തെ പല തരത്തിലുള്ള വർക്ക്ഷോപ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ടെക്നിക്കൽ ഫെസ്റ്റിന്റെ പെക്യുലാരിറ്റി. അതുപോലെ തന്നെ കൾച്ചറൽ ഫെസ്റ്റിലാണെങ്കിലും നമ്മൾക്ക് പലതരത്തിലുള്ള കൾച്ചറൽ ക്ലബ്സ് ഉണ്ട് ഓരോ കോളേജിൽ. ഇപ്പൊ IIT-ലാണേലും ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് NIT കാലിക്കറ്റ് പറയുകയാണെങ്കിലും ഇപ്പൊ IIT ഡൽഹി പറയുകയാണെങ്കിലും അവിടെയൊക്കെ ലിറ്ററേച്ചർ ക്ലബ് ഉണ്ടാവും, ഡാൻസ് ക്ലബ് ഉണ്ടാവും, മ്യൂസിക് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ക്ലബ് അല്ലെങ്കിൽ അതുപോലെ പല ക്ലബ്സ് ഉണ്ടാവും. ഈ പറയുന്ന ക്ലബ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഇവന്റ് ആണ് എന്താ ഈ പറയുന്ന ഫെസ്റ്റ്. അപ്പൊ ഈ പറയുന്ന ക്ലബ്സ് ഒക്കെ ഇനി അപ്പാർട്ട് ഫ്രം ദിസ് കൾച്ചറൽ ആൻഡ് ടെക്നിക്കൽ ഫെസ്റ്റ് ഈ ക്ലബ്സിന് തന്നെ വേറെ ഫെസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ ഇപ്പൊ NIT കാലിക്കറ്റ് ആണെങ്കിലും ODC എന്ന് പറയുന്ന ഒരു ഫെസ്റ്റ് ലിറ്ററേച്ചർ ക്ലബ്ബ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല ഫെസ്റ്റും ഉണ്ട്. അപ്പം IIT വെച്ച് നോക്കുകയാണെങ്കിൽ NSS-ന് നമുക്ക് NSS ഉണ്ട്. സോ NSS-ന് സ്വന്തമായിട്ട് ഫെസ്റ്റ് ഉണ്ട്. ലിറ്ററേച്ചർ ക്ലബിന് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് സ്റ്റുഡന്റ് ലെഡ് ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉള്ളത് IIT ഡൽഹിക്കാണ്, ലിറ്ററാറ്റി എന്ന പേരിൽ. അതുപോലെ കൾച്ചറൽ ക്ലബ് അല്ലാത്ത EDC എന്ന് പറയുന്ന ഓണ്ടർപ്രണർഷിപ്പ് സെല്ലാണ്. അവരുടെ സ്വന്തമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഓണ്ടർപ്രണൽ ഫെസ്റ്റ് ആണ്, കോൺഫറൻസ് ആണ്. അത് IIT ഡൽഹി വെച്ച് നടത്തുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ ക്ലബിനും സ്വന്തമായിട്ട് ഫെസ്റ്റ് ഉണ്ട്. ആൻഡ് നമ്മൾ ഈ കൾച്ചറൽ ഫെസ്റ്റിന് പറയുകയാണെങ്കിലേ ഇതിൽ മെയിനായി നമ്മൾ പറയണ ഈ പ്രോ ഷോസ് അല്ലാത്ത നിങ്ങൾ വിചാരിക്കും പുറത്തുള്ള ആൾക്കാരാണോ വന്ന് പെർഫോം ചെയ്യണേ. പ്രോ ഷോസ് അല്ലാത്ത സ്റ്റുഡൻറ്റിന് എന്തുണ്ട്, ഓഫ് കോഴ്സ് സ്റ്റുഡൻറ്റിന് അവിടെ ഡാൻസ് ടീം, തിമാറ്റിക് ഡാൻസ് ടീം ഉണ്ടാകും, നോൺ തിമാറ്റിക് ഡാൻസ് ടീം ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒപ്പന, കോൽക്കളി, ദഫ്മുട്ട്, അതുപോലെ തന്നെ സ്ട്രീറ്റ് പ്ലേ, മൈമ്, ഡ്രാമ, മൂവി സ്പൂഫ് ഇതുപോലത്തെ പല ടീംസ് ഉണ്ടാവും. ഇന്റർ കോളേജ് ആയിരിക്കും ഈ പറയുന്ന ടെക്നിക്കൽ ഫെസ്റ്റും കൾച്ചറൽ ഫെസ്റ്റും. ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിൽ നിന്ന് പല NIT IIT അതുപോലത്തെ വേറെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജസിൽ നിന്നുള്ള സ്റ്റുഡൻസ് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ ഒരു ഫെസ്റ്റ് ആയിരിക്കും ഇത്. സോ ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫെസ്റ്റ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഇവന്റ് ആണ്. ഇതിലൊക്കെ നിങ്ങളൊരു JEC ക്ലിയർ ചെയ്ത് ഒരു IIT NIT-ലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി try to be part of this fest. എങ്ങനെയെങ്കിലും one or another way you can definitely contribute. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടണം വല്ലാത്തൊരു എക്സ്പോഷർ ആയിരിക്കും. അത് നമ്മുടെ നിങ്ങൾ വിചാരിക്കും അക്കാഡമിക്സ് മാത്രം ഫോക്കസ് ചെയ്ത് പോലെ നമുക്ക് പ്ലേസ്മെന്റിനൊക്കെ വളരെ ഉപകാരപ്പെടുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഇതുപോലത്തെ ഫെസ്റ്റ് ഒക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ലെറ്റ്സ് സേ ഇപ്പം ഞാനൊരു മാർക്കറ്റിംഗ് ടീമിന്റെ പാർട്ടാണെങ്കിൽ നമ്മൾക്ക് വലിയ വലിയ കമ്പനീസായി ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും, കണക്ഷൻസ് കിട്ടും. അപ്പം നമ്മളൊരു പ്ലേസ്മെന്റിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ സുഖമായി ക്ലിയർ ചെയ്യാൻ പറ്റും. എന്നാൽ അത്രയും എക്സ്പോഷർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ NIT IIT ലൈഫിൽ ഉള്ള മിസ് ചെയ്യരുത്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വൺ ടൈം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊക്കെ നിങ്ങളുടെ അത്രയും ഇതായി വേണം കാണാൻ. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. NIT IIT-ലെ ബാക്കി വിശേഷങ്ങളായി സ്പോർട്സ് അതായത് ബാക്കി കാര്യങ്ങളൊക്കെയായി നമ്മൾ അപ്കമിങ് വീഡിയോസിൽ വരുവാണ്. പിന്നെ ഫെസ്റ്റിനെ പറ്റി എന്തെങ്കിലും സംശയമോ, ഏത് കോളേജിലാണ് ബെസ്റ്റ് ഫെസ്റ്റ്, ഫുഡ് ഫോൾ എവിടെയാണ്, അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. ഡെഫിനറ്റ്ലി വിൽ ട്രൈ ടു ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ താങ്ക് യു.